ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ സാന്റോസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന മത്സരത്തിലും അവർ പരാജയപ്പെട്ടുകൊണ്ട് പുറത്തായിട്ടുണ്ട്. നെയ്മർ കുറച്ചു നേരം ഈ മത്സരത്തിൽ കളിച്ചിരുന്നു. അവസാനത്തെ 7 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ സാന്റോസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നെയ്മറുടെ സാന്റോസുമായുള്ള കോൺട്രാക്റ്റ് അധികം വൈകാതെ തന്നെ അവസാനിക്കും. ഈ കോൺട്രാക്റ്റ് പുതുക്കുമോ എന്ന് നെയ്മറോട് ചോദിച്ചിരുന്നു. ഇല്ല, തനിക്ക് അതേക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു നെയ്മർ ജൂനിയർ പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മുസേറ്റി നൽകിയിട്ടുണ്ട്. അതായത് സാന്റോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം പറയുന്നത് നെയ്മർ ഇതുവരെ സാന്റോസുമായി കോൺട്രാക്ട് പുതുക്കിയിട്ടില്ല എന്നാണ്. പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സാന്റോസിന്റെ മോശം പ്രകടനം തന്നെയാണ്. കാരണം അടുത്ത വർഷം വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അതിനു മുന്നേ ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറുക, ഹൈ ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് നെയ്മറുടെ ലക്ഷ്യം. സാന്റോസിൽ തുടരുകയാണെങ്കിൽ അതിന് സാധിക്കില്ല. കാരണം അത്രയേറെ മോശം പ്രകടനമാണ് സാന്റോസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ സാന്റോസ് വിടാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ പുറത്തേക്ക് വന്ന റൂമറുകൾ നെയ്മർ അവിടെ തന്നെ കോൺട്രാക്ട് പുതുക്കിയേക്കും എന്നായിരുന്നു. പക്ഷേ ഈ മോശം പ്രകടനം അത് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്മർ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല. യൂറോപ്പിലേക്ക് മടങ്ങാൻ നെയ്മർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പരിക്ക് കാരണം ഏതൊക്കെ ക്ലബ്ബുകൾ അദ്ദേഹത്തെ എടുക്കാൻ തയ്യാറാകും എന്നുള്ളത് കൂടി പരിഗണിക്കേണ്ട കാര്യമാണ്. നെയ്മറുടെ സാലറി ഒരു പ്രശ്നമാണ്. ഏതായാലും നെയ്മറുടെ ഭാവിയിൽ അവ്യക്തത തുടരുകയാണ്. സാന്റോസ് വിടാനുള്ള ഒരു സാധ്യതകൾ ഇപ്പോൾ അവിടെ തെളിഞ്ഞു കാണുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.